എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠമായ 18ാം പാഠത്തിലേക്ക് പോകാം. നിഴൽ ആരുടെ എന്നതാണ് പാഠം. തൊട്ട് താഴെ ഒരു ചോദ്യമുണ്ട്. ചിന്നുപുലിയുടെ നിഴൽ ഏതെന്ന് പറയാമോ എന്ന് കുഞ്ഞിക്കിളി ചോദിക്കുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ചിന്നുപുലിയുടെ നിഴൽ കണ്ടുപിടിക്കുക എന്നതാണ് ഇന്നത്തെ പ്രവർത്തനം. തൊട്ട് താഴെ മറ്റൊരു ചിത്രവും നൽകിയിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ എൻ്റെ നിഴൽ ഏതാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും. അതിനായിട്ട് ചിത്രത്തിലും നിഴലിലും ക്ലിക്ക് ചെയ്ത് നോക്കുക എന്ന് താര പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ പ്രവർത്തനം. ചിത്രത്തിലും നിഴലിലും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഗെയിം തുറക്കുന്നതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ഗെയിംസ്, അവിടെ നിന്ന് pySioGame ഓപ്പൺ ചെയ്യാം. Hello, welcome back in the game. അതിൽ നിന്നും താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെ ഗെയിംസ് ആൻഡ് മേസസിൽ ക്ലിക്ക് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള മാച്ച് ആനിമൽസ് ടു ദെയർ ഷാഡോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഗെയിം ഓപ്പൺ ചെയ്യാം. മാച്ച് ആനിമൽസ് ടു ദെയർ ഷാഡോസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് pySioGameന്റെ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് കുറേ മൃഗങ്ങളുടെ ആനിമൽസിന്റെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അവയുടെ നിഴലും ഷാഡോസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചിന്നുപുലിയെ നമുക്ക് നോക്കാം. ചിന്നുപുലിയുടെ നിഴൽ ഏതാണെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കി, അത് ശരിയായിരുന്നു. അതുപോലെ മറ്റൊരു പോത്തിൻ്റെ അതും അതുപോലെ രണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യാനായിട്ട് ആദ്യം ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതിനുശേഷം ആ ചിത്രത്തിനോട് അനുയോജ്യമായ നിഴൽ ഏതാണോ അതിലും കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ ഇടത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. മൗസിന്റെ ഇടത് ബട്ടൺ ഉപയോഗിച്ചാണ് മൗസ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഇത്തരത്തിൽ ഓരോ ലെവലും നമുക്ക് പൂർത്തീകരിച്ച് മുന്നേറുവാൻ സാധിക്കും. അടുത്തത് ക്ലിക്ക് ചെയ്തു. വീണ്ടും അടുത്തത് ഒരു അണ്ണാൻ്റെ നിഴലിൽ ക്ലിക്ക് ചെയ്തു, പക്ഷെ അത് തെറ്റായിരുന്നു. വീണ്ടും മറ്റൊന്നിൽ ക്ലിക്ക് ചെയ്തു. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, കണ്ടെത്തുന്നതുവരെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. മൂങ്ങയുടെ നിഴലിൽ ക്ലിക്ക് ചെയ്തു. ലെവൽ കഴിഞ്ഞു. അടുത്ത ലെവലിലേക്ക് പോകാം. വീണ്ടും മറ്റ് കുറച്ച് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൂടി ഇവിടെ വന്നിരിക്കുന്നു. മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികളുമുണ്ട്. അപ്പോൾ അവയുടെ നിഴൽ കണ്ടുപിടിക്കുക. യോജിക്കുന്ന നിഴൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നതാണ് പ്രവർത്തനം. ഓരോ മൃഗങ്ങളെയും തിരിച്ചറിയുന്നതിനും അവയുടെ രൂപങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും കുട്ടിക്ക് ഈ പ്രവർത്തനത്തിലൂടെ ഏറെക്കുറെ സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിച്ചെങ്കിലേ ഈ പ്രവർത്തനം കുട്ടിക്ക് കൃത്യമായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് മൂങ്ങയെ ക്ലിക്ക് ചെയ്തു. മൂങ്ങയുടെ നിഴൽ കണ്ടുപിടിച്ചു, ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിയാണെങ്കിൽ അവയുടെ ചിത്രവും നിഴലും മാഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാം. തൊട്ട് താഴെ ഇടതുവശത്ത് ഒരു റീഫ്രഷ് ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് മൃഗങ്ങളുടെ സെറ്റ് അല്ലെങ്കിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സെറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൃഗങ്ങളെ അവയുടെ നിഴലുകളെയും നിങ്ങൾക്ക് ആ ഐക്കണിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. വീണ്ടും മൂങ്ങയെ ക്ലിക്ക് ചെയ്ത് നോക്കി, ശരിയായിരുന്നു. മൂങ്ങ മാഞ്ഞുപോയി. അടുത്തത് അങ്ങനെ ഓരോന്നിന്റെയും നിഴലിനെ കൃത്യമായി കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. വളരെ രസകരമായ ഒരു കളി കൂടിയാണിത്. മൃഗങ്ങളെ മനസ്സിലാക്കാനും അവയുടെ വലിപ്പവും രൂപഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിനും ഈ ഗെയിം കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. പെർഫെക്റ്റ്. ലെവൽ പൂർത്തിയായി കഴിഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. ഗെയിം നമുക്കിവിടെ അവസാനിപ്പിക്കാം. 1ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങളായിരുന്നു നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ പാഠഭാഗമാണ് ഇന്നിപ്പോൾ ചെയ്ത നിഴൽ ആരുടെ എന്ന പാഠഭാഗം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോയി നോക്കാം. ആകെ 18 പാഠമാണുള്ളത്. 18 പാഠവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക.